കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് ഈ വർഷം ഫസ്റ്റ് ഇയർ നമുക്ക് 14 ചാപ്റ്ററായിരുന്നു കെമിസ്ട്രിയിൽ വേണം. ഈ വർഷം 16 ചാപ്റ്ററാണ്. നമുക്ക് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സോളിഡ്സ്. അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് എന്നിങ്ങനെ 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാണ്. അപ്പൊ അതിനകത്ത് നിന്ന് എടുത്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ പ്ലസ് 2 വിഭാഗത്തിലെ സോളിഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം സോളിഡ്സിന്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയുമോ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനകത്ത് സോളിഡിനകത്തിന്റെ പ്രത്യേകത അതിന് കൃത്യമായിട്ടുള്ള ഷേപ്പുണ്ട്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഷേപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 5-6 മാർക്കുകൾ പഠിക്കും. ഇതിലെല്ലാ ടോപ്പിക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മുൻകാല വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ എല്ലാ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്ന ഒരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. സോളിഡ്സ് നമുക്ക് ആദ്യം ഇതിനകത്ത് പഠിക്കേണ്ടത് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഒരു സാധനം ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിനൊരു മാനദണ്ഡം, ഒരു ബേസ് വേണം. നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകും. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ഇതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സിനകത്ത് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് ആണ്. നമുക്കിതിൽ ഒരുപാട് സോളിഡ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഡയമണ്ട് പറയുന്ന സാധനം ലോകത്തിലെ ഒരു ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത് സോളിഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധാ ഗ്ലാസും ഒരു സോളിഡ് തന്നെയാണ്. പക്ഷെ രണ്ടിന്റെയും സ്വഭാവം വ്യത്യാസമാണ്. രണ്ടിന്റെയും ഉപയോഗം ഒരുപോലെയല്ല. രണ്ടിന്റെയും ഹാർഡ്നെസ് ഒരുപോലെയല്ല, വ്യത്യാസമാണ്. പക്ഷെ രണ്ടും സോളിഡ് ആണ്. അപ്പൊ എന്തോ ഒരു വ്യത്യാസം ഉള്ളതല്ലോ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി കാണും. നമ്മൾ ഉപയോഗിക്കുന്ന ഡയമണ്ട്, മറ്റൊന്നാണ് ഗ്ലാസ്. രണ്ടും സോളിഡ് തന്നെയാണ്. ഈ രണ്ട് സാധനവും സോളിഡ് തന്നെയാണ്. പക്ഷേ രണ്ടിന്റെ ഉപയോഗവും അതിന്റെ കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിവിടെ ഫസ്റ്റ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോളിഡ് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഒരു സാധാരണ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം വെറുതെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിന്റെ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോളിഡ്സിനെ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം എന്തൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഫസ്റ്റ് ഹെഡിങ്ങാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. രണ്ടാമത്തെ ടൈപ്പാണ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് അമോർഫസ് സോളിഡ്സ്. എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ it is the regular arrangement of constituent particles are called crystalline solids. വളരെ കൃത്യമായിട്ട് പഠിക്കുക. It is the regular arrangement of constituent particles are called crystalline solids എന്നാണ്. രണ്ടാമത് നോക്കുമ്പോൾ അമോർഫസ് സോളിഡ്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എന്തായിരിക്കും? ആദ്യം പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ് ആദ്യം പറഞ്ഞത്? റെഗുലർ arrangement of constituent particles are called crystalline solids. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു അമോർഫസ് സോളിഡ്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ്
ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്ത് ക്ലിയർ ആക്കി പറയുകയാണ്. വളരെ ശ്രദ്ധയോടിരിക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്. രണ്ടാമത്തെയാണ് അമോർഫസ് സോളിഡ്സ്. ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ് അമോർഫസ് സോളിഡ്സ്. ഇനി സെക്കൻഡ്, ഇത് രണ്ടാമത്തെ പ്രത്യേകത പറയാൻ പോകുന്നത് ഞാൻ നമുക്കിതിനെ ഒരു ടേബിൾ ചെയ്ത് പഠിക്കും എളുപ്പത്തിന് വേണ്ടി. ഉറപ്പായിട്ടും വേണം ചോദിക്കാൻ വേണ്ടി ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും പ്രത്യേകതകൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് മാറ്റി എഴുതുവാൻ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് നോക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഈസ് എ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. രണ്ടാമത്തെയാണ് ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ആറ്റങ്ങൾ വളരെ കൃത്യമായി ആദ്യം മുതൽ അതിന്റെ അവസാനം വരെയും വളരെ കൃത്യമായി വളരെ നല്ല രീതിയിലായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഓർഡർ. എന്നാൽ അമോർഫസ് സോളിഡ് ആകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ്. അത് ലോങ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഷോർട്ട് റേഞ്ച് ഓർഡർ. ഷോർട്ട് റേഞ്ച് ഓർഡർ. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയിട്ടാണ്. ലോങ് റേഞ്ച് ഓർഡർ ആൻഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് പഠിക്കപ്പെടാം. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നു ഇറ്റ് ഈസ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത അത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് പറയാം റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ്. റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. കാര്യം എന്തോ നോക്കൂ, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്, എക്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അത് ഉരുകുന്നത്, അത് ലിക്വിഡ് ആകുന്നത് കറക്റ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ ഉള്ളൂ എന്നതാണ് അർത്ഥമാക്കുന്നത്. ഷാർപ്പ് എന്ന് പറയുന്നതിന്റെ മീനിങ്. എക്സ് എന്ന് പറയുന്ന ഈ മെറ്റല് അല്ലെങ്കിൽ ഈ സോളിഡ് ഉരുകണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഇത് ഉരുകത്തുള്ളൂ. എന്നാൽ റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ് അങ്ങനെയല്ല. വൈ എന്ന് പറയുന്ന അമോർഫസ് സോൾഡാന്ന് വെച്ചോളൂ. അതിന് സംഭവം എന്ന് പറയുന്നത് അത് റേഞ്ച് ആണ്. ഞാൻ പറയുന്നത് 30നും 40 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ അത് ഇടുക എന്നേ പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു റേഞ്ചേ പറയാൻ പറ്റും. ഇത്ര മുതൽ ഇത്ര വരെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ പോയിന്റ് കീറാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. നോക്കുക, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് മറ്റേത് റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ്. 3 പോയിന്റ് ഞാൻ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് നോക്കിക്കോണം, റെഗുലർ ക്ലീവേജ്. റെഗുലർ ക്ലീവേജ്. ഇവിടെ ഞാൻ എഴുതുന്നതിന് ഓപ്പോസിറ്റ് ഇറഗുലർ ക്ലീവേജ്. ഇറഗുലർ ക്ലീവേജ്. ശ്രദ്ധിക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ആണ് റെഗുലർ ക്ലീവേജ്. രണ്ടാമതാണ് ഇറഗുലർ ക്ലീവേജ്. അവിടെ വരുന്നത് എന്താണ് ക്ലീവേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ അപ്പൊ നമുക്ക് നമ്മൾ ഏതൊരു വസ്തുവിനെ കട്ട് ചെയ്യുവാണെങ്കിൽ മിനിമം 2 പീസ് കിട്ടുമല്ലോ. ഏതൊരു വസ്തുവിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കിട്ടും. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ കട്ട് ചെയ്ത 2 പീസിന്റെയും ആ ക്ലീവേജ് ഇവിടെ ഉണ്ടാവുന്നത് 2 ഡിഫറെന്റ്. ഇത് രണ്ടും അത് മാറുമല്ലോ 2 സൈഡായിട്ട്. ആ 2 സൈഡിന്റെ ക്ലീവേജ്, ആ വിടവ് അല്ലെങ്കിൽ ആ ഉണ്ടായ ആ മുറിവ് വളരെ റെഗുലർ ആയിട്ടുള്ളതായിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അത് റെഗുലർ അറേഞ്ച്മെന്റ് ആണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്ലീവേജ് റെഗുലർ ആവാൻ. എന്നാൽ അമോർഫസ് സോളിഡ് അങ്ങനെയല്ല. നമ്മൾ അതിനെ കട്ട് ചെയ്യുമ്പോൾ ഈ റെഗുലാരിറ്റി അത് കാണിക്കുന്നില്ല. അത് ഇറഗുലർ ക്ലീവേജ് ആയിരിക്കും. അതിന്റെ കാരണമാണ് ഈ കിടക്കുന്ന പോയിന്റുകൾ. റെഗുലർ അറേഞ്ച് എന്ന് പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുവാണ്. റെഗുലർ അറേഞ്ച്മെന്റ്, ഇവിടെ ലോങ് റേഞ്ച് ഓർഡർ, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, റെഗുലർ ക്ലീവേജ്. അവിടെ ഇറഗുലർ ഷോർട്ട് റേഞ്ച് ഓർഡർ, അതുപോലെ റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ്, നെക്സ്റ്റ് വൺ ഇറഗുലർ ക്ലീവേജ്.
ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മറ്റൊരു പേരാണ് ട്രൂ സോളിഡ്സ്. ട്രൂ സോളിഡ്സ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേരാണ്. അത് വൺ വേ ആയിട്ട് ശ്രദ്ധിക്കാം. എൻട്രൻസ് പോലത്തുള്ള ക്വസ്റ്റ്യൻസിനകത്ത് തന്നിട്ടുണ്ട്. അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. അത് എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മറ്റൊരു പേര്, അറിയപ്പെടുന്ന പേര് ട്രൂ സോളിഡ്സ് എന്ന് അതിനെ അറിയപ്പെടാം. നമ്മൾ ടേബിളൈസ് ചെയ്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ട്രൂ സോളിഡ്സ് ഇവിടെ നമ്മൾ വിളിക്കുന്നതിന്റെ പേരാണ് സ്യൂഡോ സോളിഡ്. സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് നമുക്ക് അമോർഫസ് സോളിഡിനെ വിളിക്കാറ്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് ട്രൂ സോളിഡ്സ് എന്നാണ്. ഇവിടെ നമ്മൾ വിളിച്ചു സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ഇനി പ്രധാന ഒരു പോയിന്റ് ആണ്, കൂടുതലും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു പോയിന്റും കൂടാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോണം. പിന്നെ അതിന് വേറൊരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രത്യേകതയാണ്, ക്രിസ്റ്റലൈൻ സോളിഡിനകത്തുള്ള പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക്. അനൈസോട്രോപിക് ഇൻ നേച്ചർ. അനൈസോട്രോപിക് ഇൻ നേച്ചർ. ഇവിടെ നമുക്ക് പറയാം ഐസോട്രോപിക് ഇൻ നേച്ചർ. ഐസോട്രോപിക് ഇൻ നേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. എന്താണ് നമുക്ക് പരിചയപ്പെടാം ആ വാക്കുകൾ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് ഒന്നാമത്തെ ടൈപ്പാണ് അനൈസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് അനൈസോട്രോപിക് ഇൻ നേച്ചർ. അനൈസോട്രോപിക് ഇൻ നേച്ചറും അവിടെ ഐസോട്രോപിക് ഇൻ നേച്ചറും. നോക്കിക്കോളൂ, എന്താണ് അനൈസോട്രോപിക് എന്ന് പറയാൻ പോകും? നമുക്കറിയാം എല്ലാ സോളിഡ്സിലും ഒരു പ്രത്യേകം പ്രോപ്പർട്ടീസും എല്ലാം സെയിം ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഒരു ക്രിസ്റ്റൽ സോളിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നീ തുടങ്ങിയ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്നിവ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഡിഫറന്റ് ഡയറക്ഷനിൽ ഡിഫറന്റ് വാല്യൂ ആയിരിക്കും. ഡിഫറന്റ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അനൈസോട്രോപിക്. റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ശ്രദ്ധിക്കുക. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തെർമൽ, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്നിവ ഓരോ അല്ലെങ്കിൽ ഡിഫറന്റ് ഡയറക്ഷനിൽ ഡിഫറന്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ക്രിസ്റ്റലൈൻ സോളിഡ് ആയിരിക്കും. അത് ക്രിസ്റ്റലൈൻ സോളിഡ് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ് നിന്ന് വാക്ക് തിരിച്ചല്ലോ ഐസോട്രോപിക്, ഇവിടെ അനൈസോട്രോപിക് എന്നാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ. ഇവിടെ ഡിഫറന്റ് ഡയറക്ഷൻ ഡിഫറന്റ് വാല്യൂ ആണെങ്കിൽ, ഡിഫറന്റ് ഡയറക്ഷൻ ഡിഫറന്റ് വാല്യൂ ആണെങ്കിൽ ഐസോട്രോപിക്കിൽ അങ്ങനെയല്ല. എല്ലാ ഡയറക്ഷനിലും എല്ലാ ഡയറക്ഷനിലും സെയിം വാല്യൂ ആയിരിക്കും. ക്ലിയർ ആയോ? ഐസോട്രോപിക് ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും സെയിം വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഐസോട്രോപിക് ആണ്. എന്നാൽ ഡിഫറന്റ് ഡയറക്ഷനിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിഫറന്റ് ആണെങ്കിൽ എന്താണ്? അനൈസോട്രോപിക് എന്നും കൂടാണ്. അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇനി ഞാൻ കുറെ എക്സാമ്പിൾ അതിന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം ക്ലാസ്സിൽ. ഞാൻ ഒരു കുഞ്ഞിനോട് എക്സാമ്പിൾ പറയുകയാണ്. ആദ്യം നമ്മൾ ഡയമണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഡയമണ്ട്, NaCl, KCl. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡയമണ്ട്, NaCl, KCl ഒരുപാട്. അതുപോലെ നമുക്ക് അമോർഫസ് സോളിഡ്സ് എക്സാമ്പിൾ ആദ്യം പറഞ്ഞു ഗ്ലാസ്, റബ്ബർ, അതുപോലെ പ്ലാസ്റ്റിക്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ് എക്സാമ്പിൾ ആണ് ഡയമണ്ട്, NaCl, KCl. ഐസോട്രോപിക് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവ. അപ്പൊ നമുക്ക് ഒന്ന് ചുരുക്കി എന്ന് പറയാമോ? ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ എന്താണ്? അതിന്റെ അറേഞ്ച്മെന്റ് ആണ്. പാർട്ടി രണ്ടായി തരംതിരിക്കാം: ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുമ്പോൾ റെഗുലർലി അറേഞ്ച്മെന്റ് പാർട്ടിക്കിൾസ് ആണ്. അമോർഫസ് എന്ന് പറയുമ്പോൾ ഇറഗുലർലി അറേഞ്ച്മെന്റ് പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ലോങ് റേഞ്ച് ഓർഡർ ആണ് ക്രിസ്റ്റലൈൻ, അവിടെ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഇവിടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ അവിടെ റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇവിടെ റെഗുലർ ക്ലീവേജ് ആണെങ്കിൽ അവിടെ ഇറഗുലർ ക്ലീവേജ് ആണ്. ഇവിടെ ട്രൂ സോളിഡ്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്യൂഡോ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്.
ഇവിടെ നമ്മൾ അനൈസോട്രോപിക് എന്നും അവിടെ ഐസോട്രോപിക് എന്നും പറഞ്ഞു. എന്താണ് അനൈസോട്രോപിക് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. എന്താണ് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സാമ്പിൾ റിഫ്രാക്റ്റീവ് തെർമൽ അൾട്ടർനേറ്റീവ്, അവയുടെ കാറ്റഗറീസ് ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് ആണെങ്കിൽ ഇസ് കാൾഡ് അനൈസോട്രോപിക്. സെയിം എല്ലാ ഡയറക്ഷനും സെയിം വാല്യൂ ആണെങ്കിൽ ഐസോട്രോപിക് എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായാലും ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഈ പാഠത്തിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മളിത് പഠിച്ചു വെക്കണം. ഇവിടുന്ന് ഉറപ്പായിട്ടും ഫസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് മസ്റ്റ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി വെക്കുക കാര്യങ്ങൾ. ഇനി നമുക്ക് പരിചയപ്പെടാവുന്നത് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് അടുത്ത് പരിചയപ്പെടാവുന്നത്. ആ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു, അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് എടുത്ത് പഠിക്കുന്നു. നമ്മൾ അതിനകത്ത് എടുത്ത് ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. കണ്ടല്ലോ, അപ്പൊ നമ്മൾ ആദ്യം ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡും പറഞ്ഞു. അപ്പൊ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ഇനി അതിനകത്ത് എടുത്ത് പഠിക്കുകയാണ്. ശ്രദ്ധിക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് crystalline solids, classification of crystalline solids. നമുക്ക് അതിനൊക്കെ ഒരു സാധനം ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അതിന് ബേസ് വേണം, ഒരു മാനദണ്ഡം വേണം. ആ ബേസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ their intermolecular attraction. their ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് intermolecular attraction, very important. Classification based on crystalline solid നാത്ത് അതിന്റെ ബേസ് ആണ് ആ പേര് പറഞ്ഞതുപോലെ intermolecular attraction. അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യം പറയുന്നത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആണ് മോളിക്കുലാർ സോളിഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് ആണ് അയോണിക് സോളിഡ്സ്. മൂന്നാമത്തെ ടൈപ്പ് ആണ് കോവാലന്റ് സോളിഡ്സ്. നാലാമത്തെ ടൈപ്പ് ആണ് മെറ്റാലിക് സോളിഡ്സ്. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആണ് അതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്, കോവാലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ്. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ബേസ് ചെയ്ത് പറയുന്ന ഇന്റർമോളിക്കുലർ അട്രാക്ഷന്റെ ബേസ് നമ്മൾ നാലായി തിരിക്കാൻ പറഞ്ഞതാണ്: മോളിക്കുലാർ, അയോണിക്, കോവാലന്റ്, മെറ്റാലിക്. ഇനി നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ടൈപ്പാണ് മോളിക്കുലാർ സോളിഡ്സ്. എന്നാൽ എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് മോളിക്കുലാർ സോളിഡ് നമുക്ക് പിന്നെയും ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മോളിക്കുലാർ സോളിഡ്സ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ 3 types. ഒന്നാമത്തത് ഫസ്റ്റ് വൺ പോളാർ സോളിഡ്സ്. രണ്ടാമത്തെ നെയിമാണ് നോൺ പോളാർ സോളിഡ്സ്. മൂന്നാമത്തെ ടൈപ്പാണ് ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിരിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടൈപ്പാണ് മോളിക്കുലാർ സോളിഡ്സ്. അതിൽ ഒന്നാമത്തത് പോളാർ, നോൺ പോളാർ, ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്. നമുക്കറിയാം മാറ്റത്തിന്റെ ആൻസർ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നല്ലോ. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ. പോളാർ സോളിഡ്സ്, നോൺ പോളാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിലെ 5ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈ വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പോളാർ, നോൺ പോളാർ, ഹൈഡ്രജൻ ബോണ്ട്, ഡിസ്പേഷൻ ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ്, കുറെ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തെയാണ് പോളാർ. എന്താണ് പൊളാരിറ്റി?
സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ സ്വഭാവം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് NaCl നോക്കാം. സോഡിയം ക്ലോറൈഡ്. NaClനകത്ത് സോഡിയം പോസിറ്റീവ് ചാർജും ക്ലോറിൻ നെഗറ്റീവ് ചാർജും. സോഡിയം പോസിറ്റീവ് ക്ലോറിൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുമല്ലോ. ഈ നടുക്കൊരു ബോണ്ട് ഫോം ചെയ്യാണല്ലോ NaCl വന്നിരിക്കുന്നത്. ബോണ്ടാണല്ലോ ഇലക്ട്രോൺ തന്നെയുള്ള. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ആരാണ്? ക്ലോറിനാണ്. നമുക്കറിയാം ഒരു ആറ്റം എപ്പോഴാണ് നെഗറ്റീവ് ആവാൻ ശ്രമിക്കുന്നത്? ഇലക്ട്രോണെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി കൂടുമ്പോൾ നെഗറ്റീവ് ആവും. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടുന്നത്. അത് ശ്രദ്ധിക്കുക. NaClനകത്തുള്ള Na പോസിറ്റീവ് ക്ലോർ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന് നടുക്കുള്ള ഈ ബോണ്ടിനെ ആര് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും? മോർ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇതിനൊരു ഡെൽറ്റ നെഗറ്റീവും ഇതിനൊരു ഡെൽറ്റ പോസിറ്റീവും അവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യും. അതാണ് പൊളാരിറ്റി. അതായത് ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് മോർ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അതിനകത്ത് ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുന്നു. അതുമൂലം ആ അട്രാക്ട് ചെയ്യുന്ന ആൾക്കൊരു പാർഷ്യലി നെഗറ്റീവ്, മറ്റേ ആൾക്ക് പാർഷ്യലി പോസിറ്റീവ് കിട്ടും. അപ്പൊ നമ്മൾ അത്തരം കോമ്പൗണ്ടുകൾ അത്തരം സംഭവത്തെ വിളിക്കുന്ന പേരാണ് പൊളാരിറ്റി. ആ കോമ്പൗണ്ടാണ് പോളാർ കോമ്പൗണ്ട്സ്. അപ്പൊ ഇവിടെ നോക്കുക, പോളാർ സോളിഡ്സ്. അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, പോളാർ സോളിഡ്സിനകത്ത് അതിനകത്ത് അറിയാൻ അട്രാക്ഷൻ ഏതാണ്? ഡൈപോൾ അട്രാക്ഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കോളൂ. NaCl ഒരു എക്സാമ്പിൾ ആണ്. Kc അതൊരു എക്സാമ്പിൾ. അങ്ങനെ അങ്ങോട്ട് പോയി പഠിക്കാം. കൃത്യമായിട്ട് നോക്കുക. പോളാർ സോളിഡ്സ് നിങ്ങൾ കാര്യങ്ങളൊന്നും വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. ഇന്റർമോളിക്കുലാർ സോളിഡ്സ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ അട്രാക്ഷനെ ബേസ് ചെയ്ത് ഒന്നാം ടൈപ്പാണ് മോളിക്കുലാർ സോളിഡ്. അതിന് നമ്മൾ പണ്ട് ക്ലാസ് 3 ടൈപ്സ്. അതിൽ ഒന്നാമത്താണ് പോളാർ സോളിഡ്സ്. അതിനകത്ത് പോളാർ സോളിഡ് അടങ്ങിയിരിക്കുന്ന ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഡൈപോൾ ഇന്ററാക്ഷൻ. അതിനകത്ത് NaCl KCl എക്സാമ്പിൾ ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് NaCl KCl. നെക്സ്റ്റ് വൺ നോൺ പോളാർ സോളിഡ്സ്. അവ എന്ത് കാണിക്കില്ല? അവ പൊളാരിറ്റി കാണിക്കും. അവ ഒരിക്കലും എന്ത് കാണിക്കാറില്ല? പൊളാരിറ്റീസ് കാണിക്കാറില്ല. അതിനകത്ത് അതിനുള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഷൻ ഫോഴ്സ്. നിങ്ങൾ ഫസ്റ്റ് ഇയറില് 5th ചാപ്റ്റർ പഠിച്ചാണ് ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഷൻ ഫോഴ്സ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. നോൺ പോളാർ സോളിഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ലണ്ടൻ ഫോഴ്സ് ഓർ വീക്ക് ആയിട്ടുള്ള ഡിസ്പേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുക. എന്താണ്? SO2 എക്സാമ്പിൾ ആണ്. സൾഫർ ഡയോക്സൈഡ് എക്സാമ്പിൾ. അപ്പം പോളാറായി, നോൺ പോളാറായി. നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ട് സോൾഡ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് സോൾഡിനകത്ത് ആ വാക്കിൽ തന്നെ ആൻസർ ഉണ്ട്. അല്ലെങ്കിൽ ഏത് ബോണ്ടിങ് ആയിരിക്കും? എഴുതേണ്ട ആവശ്യമില്ല. അതിനകത്ത് ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ആ സോൾഡ് പ്രധാനപ്പെട്ട ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ. എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കണം. ഐസ്, വാട്ടർ. നമ്മുടെ വാട്ടർ 0 ഡിഗ്രിയിൽ അത് ഫ്രീസ് ചെയ്ത് ഉണ്ടാക്കുന്ന സോൾഡ് ആണ് ഐസ്. വാട്ടറിന്റെ ഫോർമുല തന്നെ H2O എന്നാണ്. അപ്പൊ അതിനകത്തുള്ള ഈ ഹൈഡ്രജൻ ആണ് ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഓർത്തോളം, ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സിനകത്ത് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഐസ്. തവണ ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിൾ. ഒരു തവണ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐസ് എന്ന് പറയുന്നത് ചോദ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഐസ് എന്ന് പറയുന്ന സോളിഡ് ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പൊ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇങ്ങനെ ആയിരിക്കണം. മോളിക്കുലാർ സോളിഡ്സിനകത്ത് ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സിന് എക്സാമ്പിൾ ആണ് ഐസ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ്. ഏത് വിഭാഗത്തിൽ വരുന്നത് വെച്ചാൽ മോളിക്കുലാർ സോളിഡ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ അതിൽ ഒന്നാം ടൈപ്പാണ് മോളിക്കുലാർ സോളിഡ്സ്. ഇപ്പൊ പോളാർ സോളിഡ്സ്, നോൺ പോളാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ്. പോളാർ സോളിഡ്സ് ശ്രദ്ധിക്കുക. അതിനകത്തുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഡൈപോൾ ഇന്ററാക്ഷൻ. എക്സാമ്പിൾ NaCl KCl. രണ്ടാമത്തെ കേസാണ് നോൺ പോളാർ സോളിഡ്സ്. അതിനകത്തുള്ള ഫോഴ്സ് ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഷൻ ഫോഴ്സ്. എക്സാമ്പിൾ സൾഫർ ഡയോക്സൈഡ്. മൂന്നാമത്തെയാണ് ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ്. അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഐസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിത് അടുത്ത നോക്കാം. ഒന്നാമത്തെ പറഞ്ഞു മോളിക്കുലാർ സോളിഡ്സിനകത്ത് പോളാർ പറഞ്ഞു, നോൺ പോളാർ, ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഓഫ്
ബേസ് ചെയ്ത് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ് ഒന്നാമത്തെ നമ്മൾ പഠിച്ചിരിക്കുകയാണ് മോളിക്കുലാർ സോളിഡ്സ് നമ്മൾ ഫുള്ള് പറഞ്ഞിരിക്കും. രണ്ടാമത്തെ നമ്മൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞത് രണ്ടാമത്തേത് പേര് അയോണിക് സോളിഡ് ആണ്. അയോണിക് സോളിഡ്സ് എന്നാണ്. അയോണിക് സോളിഡ്സ്. അപ്പൊ നമുക്ക് അതിനകത്ത് അറിഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അതിനകത്ത് അറിയുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അതിന്റെ ബോണ്ടിങ് എന്തായിരിക്കും? നമുക്കറിയാം അയോണിക് സോളിഡ്സിനകത്തുള്ള ബോണ്ടിങ് അയോണിക് ബോണ്ടിങ് എന്നായിരിക്കും. അയോണിക് ബോണ്ടിങ് എന്നായിരിക്കും. മൂന്നാമത്തെ ടൈപ്പാണ് നമുക്കറിയാം കോവാലന്റ് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. കോവാലന്റ് സോളിഡ്സ് അടങ്ങിയിരിക്കുന്ന അതിന്റെ ബോണ്ടിങ് കോവാലന്റ് ആയിരിക്കും. ഏതുതരം ബോണ്ടിങ് ആയിരിക്കും? അതിന്റെ പാർട്ടിക്കിൾസ് കോവാലന്റ് ആയിരിക്കും അവിടെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നാലാമത്തെ ടൈപ്പാണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ് ഒരുപാട് തരം മെറ്റൽസ് നമുക്കുണ്ട്. അയൺ, കോപ്പർ, സിൽവർ, അങ്ങനെ ഒരുപാട് മെറ്റൽസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിൾസ് മെറ്റൽസിന്റെ പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അത്തരം ബോണ്ടിങ് അടങ്ങിയിരിക്കുന്ന സോളിഡ്സ് നമുക്ക് വിളിക്കാം മെറ്റാലിക് സോളിഡ്സ്. ഇത് മൂന്നെണ്ണം വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. കാരണം അതിന്റെ ആൻസർ അതിനകത്ത് തന്നെ ആ ഭാഗത്ത് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ആദ്യം പറഞ്ഞ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സ്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് നമ്മൾ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: പോളാർ, നോൺ പോളാർ, പോളാർ, നോൺ പോളാർ. നെക്സ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ്. രണ്ടാമത്തെയാണ് അയോണിക് സോളിഡ്. മൂന്നാമത്തെയാണ് കോവാലന്റ് സോളിഡ്. നാലാമത്തേതാണ് മെറ്റാലിക് സോളിഡ്. ഓക്കെ. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ സോളിഡ് എന്ന് പറയുന്ന പാഠത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. സോളിഡ്സിനകത്ത് ആദ്യം പരിചയപ്പെട്ടത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഇന്റർ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ്. They have 2 types, crystalline and amorphous. Crystalline ആണെങ്കിൽ റെഗുലർ ആയിരിക്കും, amorphous ആണെങ്കിൽ irregular arrangement ആയിരിക്കും. പിന്നെ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ എടുത്ത് ഞാൻ പറയുവാണ്, ഓർമ്മ വെച്ചിരിക്കണം. റെഗുലർ, ഇറഗുലർ. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ക്രിസ്റ്റലൈൻ, അപ്പുറത്ത് റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ലോങ് റേഞ്ച് ഓർഡർ ആണ് ക്രിസ്റ്റലൈൻ, അപ്പുറത്താണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. അടുത്തത് റെഗുലർ ക്ലീവേജ് ആയിരിക്കും ക്രിസ്റ്റലൈൻ, അപ്പുറത്താണെങ്കിൽ ഇറഗുലർ ക്ലീവേജ്. ട്രൂ സോളിഡ് എന്ന് അറിയപ്പെടുന്നു, അപ്പുറം സ്യൂഡോ അല്ലെങ്കിൽ സൂപ്പർ കൂൾ ലിക്വിഡ്സ് എന്ന് അറിയപ്പെടുന്നു. അനൈസോട്രോപിക് ആണ്, വെരി ഇമ്പോർട്ടന്റ്. അനൈസോട്രോപിക് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അനൈസോട്രോപിക് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. മറ്റേതാണെങ്കിൽ എന്തായിരുന്നു? ഐസോട്രോപിക് ആണ്. എന്താണ് അനൈസോട്രോപിക്? എന്താണ് ഐസോട്രോപിക് എന്ന് പറഞ്ഞു? അനൈസോട്രോപിക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് ഡിഫറെന്റ് ഡയറക്ഷൻ ഡിഫറെന്റ് ആണെങ്കിൽ ഐസോട്രോപിക്. എല്ലാ ഡയറക്ഷനും സെയിം ആണെങ്കിൽ ഐസോട്രോപിക്. പിന്നെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ക്രിസ്റ്റലൈനകത്ത് ഡയമണ്ട്, NaCl, KCl അങ്ങനെ നമ്മൾ പറയും. മറ്റേ ഗ്ലാസ്, റബ്ബർ അങ്ങനെ. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചു ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് based on intermolecular attraction. They have 4 types: molecular, ionic, covalent, metallic. Molecular നമ്മൾ എടുത്തു പറഞ്ഞു. They have 3 types. Further classified 3 types: polar, non-polar, hydrogen bond. Polar ആണെങ്കിൽ dipole moment ആയിരിക്കും അതിന്റെ attraction. Non-polar ആണെങ്കിൽ അതിനകത്ത് weaker length and dispersion force. ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ഐസ്. അടുത്ത അയോണിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ്സ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് എടുത്ത്